വ്യക്തികൾ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് തിരുനെൽവേലിയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബം, ഒരു ധനിക കുടുംബം, സാമ്പത്തികമായി ഉയർന്ന ഒരു കുടുംബം നന്നായി ജീവിച്ചു വന്നു. അവരുടെ വീടിൻ്റെ മുൻപിൽ തീരെ ദരിദ്രത പിടിച്ച ഒരു കുടുംബം വന്ന് പുറമ്പോക്ക് വസ്തുവിൽ ഒരു കുടിലുമൊക്കെ കെട്ടി അതിനകത്ത് താമസിച്ചു. അത് പുറമ്പോക്ക് വസ്തുവാണ്. പക്ഷേ ഈ ദരിദ്രൻ ഒത്തിരി പിള്ളേരുണ്ട്. ഈ പിള്ളേരെല്ലാം കൂടെ രാവിലെ എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾക്ക് നിരന്നങ്ങിയിരിക്കും. ധനികൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും ഒരു മനുഷ്യൻ കയറി ചെല്ലണമെങ്കിൽ ഈ അഴുക്ക് ചവിട്ടിക്കൊണ്ട് അങ്ങോട്ട് കയറാനൊക്കത്തുള്ളൂ. കാര്യം ഈ വഴിയെല്ലാം വൃത്തികേടാക്കുക. അതുകൊണ്ട് ഈ ദരിദ്രനായ മനുഷ്യനെ ധനികൻ വിളിച്ചു പറഞ്ഞ് മാറടാ ഇവിടെ എന്ന് പറഞ്ഞ് അവനെ കണ്ട് മാറാൻ പോകുന്നു. അവൻ പറഞ്ഞ് മാറുകയില്ല, എന്നെ എടുക്കുന്നത് പുറമ്പോക്കാം. അപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കുകയില്ല. കുറച്ച് ബുദ്ധിമുട്ടി കഴിഞ്ഞപ്പോൾ ഈ ധനികനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വേലക്കാരോട് പറഞ്ഞു, കിട്ടുന്ന ഏത് മെത്തേഡ് ഉപയോഗിച്ച് ഇവനെ ഇവിടുന്ന് മാറ്റണം. അന്നൊരിക്കൽ ഈ ദരിദ്രനായ മനുഷ്യൻ്റെ ഒരു പശു കെട്ടഴിഞ്ഞ് ധനികൻ്റെ വിളയിൽ കയറി. ധനികൻ്റെ വിള തിന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് വേലക്കാരെല്ലാം കൂടി അതിനെ പിടിച്ച് കഴുത്തിറുക്കി കെട്ടി, ഒരു മരത്തേലോട്ട് കഴുത്ത് ചേർത്ത് വെച്ച് കഴുത്തിറുക്കി കെട്ടി. ആ പശു അവിടെ കിടന്ന് കുറേ ബഹളമൊക്കെ വെച്ചു. ആ ബഹളം കേട്ടുകൊണ്ട് ദരിദ്ര കുടുംബം ഓടി വന്നു. അവർ വന്നപ്പോൾ ഈ പശുക്കിടാവിനെ കെട്ടിയിട്ടിരിക്കുകയാണ്. നമുക്കാണേലും സങ്കടം തോന്നും, സ്വന്തം യജമാനനെ എത്രയോ അധികം. അദ്ദേഹം ആ ധനികനോട് പറഞ്ഞു, സാറേ ദയവ് ചെയ്ത് എൻ്റെ പശുവിനെ അഴിച്ചു വിടണം. ഞങ്ങൾക്കൊരു പശുവിനെ വാങ്ങിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത ഇല്ലാതിരുന്നത് കൊണ്ട് അടുത്ത വീട്ടിൽ ഒരു തള്ള ചത്തുപോയ പശുക്കുട്ടിയെ തീരെ ചെറിയ പ്രായത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് ഒക്കാഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് തന്നതാണ്. കരുപ്പം പിടിച്ച ആ പശുക്കിടാവിനെ ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ വീതം ആ പശുക്കിടാവിന് കൊടുത്തു. പശുക്കിടാവിനെ പിള്ളേരുടെ കൂടെ ചാക്കെ കിടത്തി. പശുക്കിടാവിന് ഇച്ചിരി വളർന്നപ്പോൾ അതിൻ്റെ ശാലയിൽ ഞങ്ങളുടെ പിള്ളേർ പോയി കിടന്നു. പശുക്കിടാവുമായി കളിച്ചു വളർന്നു. പശുക്കിടാക്കൾ കളിക്കാനുണ്ടെങ്കിൽ നല്ല രസമാണ്. കൊച്ചു പിള്ളേർക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ കളിച്ചു നടന്നു. അതിന് കൊഞ്ചലായി പോയി. അങ്ങനെ കൊഞ്ചിച്ചു വളർത്തിയ പശുവാണ്. ഞങ്ങളുടെ കുഞ്ഞിലൊന്നിനെ പോലെ ദയവ് ചെയ്തതിനെ അഴിച്ചു വിടണം. അതുകൊണ്ട് എന്ത് നഷ്ടം അത് വരുത്തിയെങ്കിലും ഞങ്ങൾ കൂലിവേല ചെയ്ത് തീർത്തോളാം. ആ ധനികൻ തീരുമാനിച്ചു, ഇത് തന്നെ ഇവനെ പറഞ്ഞു വിടാനുള്ള വഴി. അദ്ദേഹം വേലക്കാരോട് പറഞ്ഞു, എല്ലാവരുടെയും മുമ്പിൽ, ഉടമസ്ഥൻ്റെ മുമ്പിൽ ജീവനോടെ പശുവിനെ തോലിരിച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ജീവനോടെ പശുവിൻ്റെ തോലിരിച്ചു. അത് കാലിട്ടടിച്ച് തലയിട്ടടിച്ച് അമറിക്കരഞ്ഞ് ചത്തു. ദരിദ്രൻ ഇനി ഇവിടെ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വീട് മാറി. അതായിരുന്നു ധനികന് വേണ്ടത്. എല്ലാം സന്തോഷം സുഖമെന്ന് കരുതി. ധനികൻ വളർന്നു, വിവാഹം കഴിഞ്ഞു, 2 കുഞ്ഞുങ്ങളുണ്ടായി. 2 മക്കളും വിവാഹിതരായി. അവർക്ക് 2 പേർക്കും കൂടെ 4 കൊച്ചുമക്കളുണ്ടായി. ആ 4 കൊച്ചുമക്കളുടെ ആരുടെയും കൈകളിലും കാലുകളിലും വിരലില്ലായിരുന്നു. അവ പശുവിൻ്റെ കുളമ്പ് പോലെ പിളർന്നിരുന്നു. സംജപതിരി തൻ്റെ ഒരു പുസ്തകത്തിൽ ശാപങ്ങളെ മുറിക്കുക എന്ന പുസ്തകത്തിൽ ഈ ചരിത്രം ചേർത്തിട്ടുണ്ട്. ഒരുപാട് പേര് ഇത് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുനെൽവേലിയിലായിരുന്നൊക്കെ സാംജപതിരിയുടെ പുസ്തകത്തിലാണ്. കണ്ടു നിന്ന ആളുകൾ പറഞ്ഞു, പണ്ടണ്ട പശുവിനെ കൊല്ലുമ്പോൾ ഇങ്ങനൊന്ന് അനന്തരതലമുറയിൽ വന്ന് പിറക്കുമെന്ന ധനികൻ അറിഞ്ഞിരുന്നില്ല. ഞാനൊരിക്കൽ ന്യൂജേഴ്സിയിൽ വെച്ച് ഇത് സംഭവം വിളിച്ചു പറയുമ്പോൾ അലറിക്കരഞ്ഞും കൊണ്ടൊരു മലയാളി എഴുന്നേറ്റ് വെച്ച് പറഞ്ഞു, എൻ്റെ അപ്പനും ഇതുപോലൊരാളായിരുന്നു. അടുത്തുണ്ടായിരുന്ന വ്യക്തിയുടെ മൃഗങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു അയാളുടെ ജോലി. ഞങ്ങളുടെ അടുത്ത് മൃഗങ്ങളുമായി വന്നവരെല്ലാം നാട് വിട്ടുപോയി. ജീവിക്കാനൊക്കത്തില്ല. അതുപോലെ ഇയാൾ കൊല്ലുമായിരുന്നു. ഇയാളൊരു ക്രൂരനായിരുന്നു. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 9 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ അലറിക്കരയുന്ന വാചകങ്ങളാണ്. ആ 9 പേരും അംഗവൈകല്യമുള്ളവരാണ്. 9 പേരും അംഗവൈകല്യമുള്ളവരാണ്. ഞങ്ങൾ 9 പേരും വിവാഹിതരാ. 9ൻ്റെയും കുടുംബ പ്രശ്നമാണ്. ഞങ്ങളുടെ കുടുംബ പ്രശ്നം ഒഴിഞ്ഞൊരു സമയമില്ല. പാസ്റ്ററെ, ഇന്ന് ഈ ക്ലാസ് എടുത്തപ്പോൾ മനസ്സിലായി എന്താണെന്ന്. ഇന്ന് പകരം അറിയാത്ത കാരണങ്ങളാൽ പ്രശ്നമുള്ളവരെ, പിതാക്കന്മാരുടെ ആകൃത്യം കണക്കെടുക്കുന്ന ഒരു ദൈവമുണ്ട്, മറക്കരുത്. ചിലതെല്ലാം ദൈവത്തോട് ഏറ്റുപറയേണ്ടതുണ്ട്. ഏറ്റുപറഞ്ഞേ മതിയാകത്തുള്ളൂ.